ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ അന്വേഷണം ശക്തമാക്കി കസ്റ്റംസ്. കേസിലെ മുഖ്യപ്രതി ബിശ്വദീപ് ദാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇയാളുടെ കൂട്ടാളിയായ ജയ്പൂർ സ്വദേശി ഇന്നലെ അറസ്റ്റിലായിരുന്നു. വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എങ്ങനെയാണ് ഈ അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്? ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ മറ്റെന്തൊക്കെ നിർണായക കണ്ടെത്തലുകളാണ് ഇപ്പോൾ കസ്റ്റംസ് നടത്തിയിരിക്കുന്നത്? അശ്വതി, KP ഭൂട്ടാൻ വാഹനക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ഈ കേസിലെ മുഖ്യ സൂത്രധാരനായ ബിശ്വദീപ് ദാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ബിശ്വദീപ് ദാസിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇയാളുടെ മുഖ്യ കൂട്ടാളിയായ ജയ്പൂർ സ്വദേശി യഷിനെ ഇന്നലെ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം ജയ്പൂരിൽ നിന്നും പിടികൂടിയിരുന്നു. ഇയാളെയും ചോദ്യം ചെയ്തു വരികയാണ്. ഈ ബിശ്വദീപ് ദാസിനെ കൂടാതെ പല ആളുകളും ഇയാളുമായി ബന്ധമുള്ള ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ പിടിയിലായിരുന്നു. ഈ ഘട്ടത്തിൽ കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്നാണ് കൊച്ചി കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം സൂചന നൽകുന്നത്. എന്തായാലും നമുക്കറിയാം, നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിലടക്കം റെയ്ഡുകൾ നടന്നിരുന്നു, വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. 150 വാഹനങ്ങളാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് കടത്തിയതെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 49 വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു വാഹനങ്ങൾക്കായുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇത്തരത്തിൽ ഈ പ്രതികൾ നിലവിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസിന്റെ പരിശോധനകൾ തുടരുന്നത്. എന്തായാലും ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി 49 വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കേരളത്തിലേക്ക് കടത്തിയ 49 വാഹനങ്ങളാണ് കസ്റ്റംസ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പരിശോധനകൾ ഒക്കെ തുടരുകയുമാണ്. അശ്വതി, എന്തായാലും ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നിർണായകമായ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമെന്ന് പറയുമ്പോൾ നിഷ ദിലീപ് ആ റിപ്പോർട്ട് വ്യക്തമാക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുകയാണ്. നമുക്ക്